ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അതെ, റേച്ചൽ മറിയം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പം ഇതാരോടും പറഞ്ഞിട്ടില്ല. ഞാനും സോനാബി, ബിനുക്കുട്ടൻ, നിഖില്, പിന്നെ എത്ര പേർക്ക് അറിയത്തുള്ളൂ? പിന്നെ നമുക്കറിയോ? അറിയാൻ തോന്നിക്കാറ് അതറിയില്ല. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു മാസം കൃത്യം ഒരു മാസത്തിൽ കൂടുതലായി. കാരണം വേറെ പല കുറച്ച് ലാഗ് നമുക്ക് കിട്ടിയായിരുന്നു. അത് വേറൊന്നുമല്ല, കുറച്ച് നമ്മുടെ പ്രശ്നം കാരണം കുറച്ച് ലാഗായി. പിന്നെ ഇന്ന് ആ സാധനം വന്നു. 2 ദിവസം വന്നിട്ട് ഇന്നായി പോയി വാങ്ങിച്ചത്. ഇത് നമുക്ക് പാഴ്സലായിട്ടാണ് കൈ കിട്ടിയേക്കുന്നത്. നമ്മൾ ഒരു സാധനം ഒരു ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ കൊടുത്തത്. വേറെ നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ ഇത്. ആക്ച്വലി മെമ്മറബിൾ അല്ല, മെമ്മറീസ് എന്നാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമ്മളിത് ചെയ്യാൻ കൊടുത്തത്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ അമ്മാമ്മയും പാപ്പയും, അതായത് അമ്മയുടെ അപ്പച്ചനും അമ്മയും മരിച്ചു പോയിട്ടുണ്ട്. ഇവരും മക്കളും കൂടി നിൽക്കുന്നത് ഉള്ള ഫോട്ടോസൊന്നും ഇവരുടെ കയ്യിൽ ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊരു ഫോട്ടോ ഫ്രെയിമായിട്ട് നമ്മളൊരു അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മക്ക് മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ചിന്തിച്ചു അമ്മക്ക് മാത്രം കൊടുത്തിട്ട് യാതൊരു കാര്യമില്ലല്ലോ, നമ്മുടെ ബർത്ത്ഡേ. പക്ഷേ പിന്നെ വിചാരിച്ചു ഞങ്ങളമാർക്കും കൊടുക്കാം, അവർക്ക് അവരെ അവരൊന്നും കരയിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചു. കാര്യമൊന്നും അറിയില്ല, റിയാക്ഷൻ ഇത് എന്താണെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് അറിയാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ്, എന്നുവെച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞാൽ വീഡിയോയിൽ കേൾക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അപ്പൻ എന്ന് പറയുന്നത് കുഞ്ഞിലെ അമ്മയൊക്കെ ചെറുതായിരുന്നപ്പോഴേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത്രയോ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി. അമ്മക്ക് 3 ആങ്ങളമാരാണ്. ബോളങ്ക, ചൂറിന്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ബോളങ്ക, ചോബങ്ക, കുഞ്ഞാന. ഇവരുടെ പേര് വേറെയാണ്, നമ്മൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവരും കൂടിയാണ് നമ്മൾ സർപ്രൈസ് എടുക്കാൻ പോകുന്നത്. റിയാക്ഷൻ ഉണ്ടാവും അറിയില്ല, നമുക്കൊന്നും ജസ്റ്റ് നോക്കാൻ ഉണ്ടാവും. ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നു, അതൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം. കറിയോ ഇല്ലേ ഒന്നും അറിയില്ല. ഈ ഫോട്ടോ ഇതുവരെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് സൈനോനും ഒരു സർപ്രൈസ് വീഡിയോ ആണ്. കാരണം ഇത് അമ്മതൊരു ഫോട്ടോയാണ്. കാരണം ഇവര് 5 പേര് ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഇതുവരെ ആരുടെയും കയ്യിലില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ റീൽസ് കണ്ടപ്പോൾ എനിക്ക് കിട്ടി പെട്ടെന്ന്. ഇങ്ങനെ കൊടുത്താലോ, ആ സമയത്ത് നമ്മുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു, ഇത് അമ്മക്ക് കൊടുത്താലോ എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. പിന്നെ സൈനോട് സംസാരിച്ചപ്പോൾ 4 പേർക്ക് ഫ്രെയിമായിട്ട് ഒറ്റ ഫ്രെയിമായിട്ട് കൊടുക്കാൻ ഓർത്തു. പിന്നെ ഫ്രെയിം വേണ്ട, ഫ്രെയിം കൊടുത്ത ഒരാൾക്ക് മാത്രമേ പോകുമെന്ന്. ഈ ഫോട്ടോ അങ്ങനത്തെ ഒരു ഫോട്ടോ 4 പേർക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ കോപ്പീസ് എടുക്കാന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തത്. നമ്മുടെ ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ ഫ്രെയിം ചെയ്യാം, അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാം എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇതാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സൈനോനെ കാണിക്കുന്നതന്നെ. അടിപൊളി. ഞാനും എന്റെ അപ്പാപ്പനെയും അമ്മാമ്മയും ഇവർ 4 പേരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെല്ലാവർക്കും ഒരു സർപ്രൈസ് തന്നെ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ നമുക്ക് ചെറിയൊരു ഗെയിംസ് പോലെ നമുക്ക് നടത്താം. അവരോട് ഗസ് ചെയ്യാൻ പറയും ഇതിനുള്ളിൽ എന്താണ് കാര്യം. അത് മിക്കവാറും പറയുമായിരിക്കും, ചിലപ്പോൾ ഫ്രെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർ വിചാരിച്ചിട്ടുള്ള ഇവിടെ 4 പേരുടെ ഒരു ഫ്രെയിം മാത്രമേ എന്നാണ് വിചാരിച്ചത്. ഈ പ്രാവശ്യം ലാസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ പോയപ്പോൾ നമ്മുടെ യൂട്യൂബിലുണ്ട്. ലാസ്റ്റ് ആയിട്ട് പോയപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്തായിരുന്നു. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ എടുത്തതാണ്. പക്ഷെ അത് നമുക്കിപ്പോൾ ഉപകരിച്ചു. ഇപ്പൊ 4 പേരുടെ ഫോട്ടോയിലായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവും. ഇല്ല, അത് അങ്ങനത്തെ അല്ല. ഇവിടെ 2 പേരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ശരിക്കും അവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. അവരുടെ റിയാക്ഷൻ കാണാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഞാനും എക്സൈറ്റഡ് ആണ്. എനിക്കറിയില്ല, നമുക്ക് ബാക്കി റിയാക്ഷൻ വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകും, അതായത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും. ബാക്കി അപ്പോൾ കാണാം. ബൈ ബൈ. അപ്പോൾ ഞങ്ങള് പോവാണ്. സാധനം എടുത്ത് ഡിക്കിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ആടുന്റെ ഷർട്ട് ഇട്ട് ഇറങ്ങിയേക്കണ ഒരാള്. എല്ലാരും നിരന്നിരിക്കും.
ഇരിക്കൂ, എല്ലാരും നേരായിട്ട് ഇരിക്കൂ. ഈ കൂട്ടത്തില് ഒരാളുടെ ബർത്ത്ഡേ ആണ്. ആരുടെ ബർത്ത്ഡേ എന്ന് കണ്ടുപിടിക്കാമോ? എന്റെ അല്ല. കുഞ്ഞാനൊക്കെ പേടിയാണ്ട് ഇന്ന് മെൽജാന്റെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ആണെന്ന് അറിയില്ല. ആരുടെ? പോലെ നമുക്ക് അറിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ്സണ്ട? സത്യം പറ, ആരുടെ ബർത്ത്ഡേ അല്ല. ഇനി എന്തായിരിക്കും? ഫുള്ളല്ലേ ഇത്? നിങ്ങൾക്ക് ഞങ്ങളൊരു സർപ്രൈസ് തരാൻ പോണേണ്. എന്തായിരിക്കും? ജോബൊക്കെ കണ്ടുപിടിച്ച് എന്തായാലും പൊട്ടിക്ക്. നിങ്ങ എന്നെ തുറക്ക്. ഗാവു എന്നാ അപ്പാപ്പനെ ഞങ്ങൾ വെളുപ്പിച്ച് ഉടുപ്പിച്ച് എല്ലാവർക്കും ഓരോ ഇത് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വെളുത്തിരിക്കുന്നു. ഇതാരുടെയാന്ന് കൊള്ള. നിങ്ങളെ അപ്പാപ്പനെ അമ്മാവനൊക്കെ കണ്ടോ? ഗാവു കോളേജിലാ എന്തോ ഇതാണ് പൊട്ടിക്കരുത്, ഒരു സാരം വരും എന്ന് പറഞ്ഞു. ഇത് വരും കോളേജിൽ പൊട്ടിക്കരുതൊക്കെ ഒരു മാസം ഇതിന്റെ പൊട്ടിയാണ്. ഒക്കെ ഉണ്ട്. ഷീബാസിൽ വെട്ടി തലോട്ടിച്ച് തരുമോ? അശു ആർട്സ് പേരിലും കുടുംബക്കാരുടെ പേരിലും ഞങ്ങളുടെ വീട്ടില് കൂടുന്നതായിരിക്കും. അന്നെ അടുത്ത വ്ളോഗ് അപ്പ